എല്ലാം കുഴപ്പത്തിലായല്ലോ റയാൻ. ജോയലും കാശിയും നാട് മുഴുവൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാ അവനൊക്കെ എന്നെ തപ്പി ഇറങ്ങിയിരിക്കുന്നത്? ഞാൻ അവളെ ഒന്നും ചെയ്തില്ലല്ലോ, റയാൻ അരിശത്തോടെ പറഞ്ഞു. നീ ചെയ്തില്ലെങ്കിലും ഇത് നിന്റെ തലയിലേ വരൂ റയാൻ. കാരണം എന്നെ ആർക്കും സംശയമില്ല. ഓ, അപ്പോ നീ ചെയ്തിരുന്നെങ്കിലും അവനെന്നെ സംശയിക്കൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഒരു കാര്യം ഓർത്തു വെച്ചോ, ഇതിൻ്റെ പേരിൽ എന്നെ എങ്ങാനും അവന്മാര് പൊക്കിയാൽ ഉറപ്പായി ഞാൻ നിന്റെ പേര് പറയും. അങ്ങനെ ഞാൻ മാത്രം കുടുങ്ങണ്ട, റയാൻ തനിക്ക് മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, നീ എന്നെ ഒറ്റിയാൽ അടുത്ത നിമിഷം നിന്റെ മരണമാണ് റയാൻ. കൂടെ നിന്ന് ചതിക്കുന്നത് മാത്രം ഞാൻ ക്ഷമിക്കില്ല. പിന്നെ ഒരു കാര്യം, നിന്റെ സഹായമില്ലെങ്കിലും എനിക്ക് കൃഷ്ണയെ കൊല്ലാൻ കഴിയും. നീ എന്നെ കണ്ടെത്തിയത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. അതുകൊണ്ട് നീ അധികം നിഗളിക്കണ്ട. അവനെ തുറച്ചു നോക്കി പറയുന്നതിനൊപ്പം ആ വ്യക്തി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് 2 അടി മുന്നിലേക്ക് നടന്നു. നോക്ക് റയാൻ, ഇപ്പോൾ നമ്മൾ തമ്മിലടിക്കുകയല്ല വേണ്ടത്. ജോയലിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന് വേണം ആലോചിക്കാൻ. അല്ലെങ്കിൽ നിനക്കൊപ്പം ഞാനും കുടുങ്ങും. എങ്ങനെ രക്ഷപ്പെടാനാ? എനിക്കിതിൽ പങ്കുണ്ടെന്ന് തന്നെയാ അവൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ടല്ലേ ബെന്നിയെ അവന്മാർ തൂക്കിയത്, റയാൻ പേടിയോടെ പറഞ്ഞു. നീ ധൈര്യമായിരിക്കെ റയാൻ. ഈ വീട്ടിൽ നിന്ന് നിന്നെ ആരും കൊണ്ടുപോകില്ല. ഇവിടേക്ക് നിന്നെ തേടി ആരും വരികയുമില്ല. ഇതെൻ്റെ വീടാ. എന്നെ അവർക്ക് സംശയമില്ലാത്തടത്തോളം കാലം അവർക്ക് നിന്നെ കിട്ടില്ല. പേടിക്കാതിരിക്കുക. പക്ഷേ കൃഷ്ണയെ ഉപദ്രവിച്ചത് ആരാവും? നമ്മളല്ലാതെ അവൾക്ക് വേറെ ശത്രുക്കളുണ്ടോ? ഇനി ലിയ എങ്ങാനും നിന്നെ അറിയിക്കാതെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ? ഏയ്, അതിന് വഴിയില്ല. ലിയ അത്രയ്ക്കൊന്നും വളർന്നിട്ടില്ല. കൃഷ്ണയെ കൊല്ലാനും അവൾക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഞാനാണ് അവളുടെ മനസ്സിൽ അങ്ങനെയൊരു തിരികൊളുത്തി കൊടുത്തത്. അവളതിൽ വീഴുകയും ചെയ്തു. എന്നെ അറിയിക്കാതെ മറ്റൊരു നീക്കം നടത്താനുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ല. ഇത് മറ്റാരോ ആണ്. വരട്ടെ, കണ്ടുപിടിക്കാം. ഇപ്പോൾ നീ പുറത്തിറങ്ങാതെ ഇവിടെ തന്നെ ഇരുന്നോ. കുരിശിങ്കലും ഹോസ്പിറ്റലിലും നടക്കുന്നതൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞോളാം. എനിക്കാകുമ്പോൾ അത് എളുപ്പത്തിൽ കഴിയും. ശരി, നീ പോയിട്ട് വാ. പോയിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ദേ റയാൻ, ഇതൊരു വീടാണ്. ഇത് ബാറാക്കാമെന്ന് നീ കരുതണ്ട. അകത്തെ ഷെൽഫിൽ ബോട്ടിൽ കാണും. അതിലുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്ക്. പുറത്തു നിന്നുള്ള ബോട്ടിലൊന്നും പ്രതീക്ഷിക്കണ്ട. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അത്രയും പറഞ്ഞ് റയാൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ആ വ്യക്തി അവിടെ നിന്ന് പോയി. നിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഞാൻ മാറ്റിത്തരാം, വണ്ടി പോയ വഴിയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് റയാനും ഉള്ളിലേക്ക് പോയി. കാശിയും ജോബിനും റൂമിന് പുറത്തുനിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കാശിയുടെ ചെറിയമ്മ സുമിത്രയും അവരുടെ ഭർത്താവ് പിന്നെ സുദേവനും ഭാര്യയും അവരുടെ മകൻ മാനവും വരുന്നത്. കാശി മോനെ, നമ്മുടെ കിച്ചുമോൾക്ക് എന്താടാ പറ്റിയത്? തൻ്റെ തൊട്ടരികിൽ വന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന സുമിത്രയോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ കാശി അവരെ ദയനീയമായി നോക്കി. അത് അവളൊന്ന് വീണു ചെറിയമ്മേ, കാശി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. വീണതാണോ അതോ ആരെങ്കിലും തള്ളിക്കിട്ടതാണോ? കിച്ചു എന്താ കൊച്ചുകുട്ടിയാണോ കാലിടറി സ്റ്റെപ്പിൻ്റെ മേലൊന്ന് താഴെ വീഴാൻ? വാക്കുകളിൽ പുച്ഛം കലർത്തി സുദേവൻ ചോദിച്ചതും സുമിത്രയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ച് കാശി അയാളെ തുറച്ചു നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ അവളെ ഇവന് കൊടുത്തേക്കാൻ. അപ്പോൾ നിനക്ക് ഇവൻ കൊളരാത്തവനായി. എന്നിട്ടിപ്പോൾ എന്തായി? വയറ്റിൽ മുളച്ച ഒരെണ്ണത്തിനെയും അവളുടെ ജാതകദോഷം കാരണം തീർന്നില്ലേ? മാനവിനെ മുന്നിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് സുദേവൻ പുച്ഛത്തോടെ പറഞ്ഞു. അയാളുടെ സംസാരം ഇഷ്ടപ്പെടാതെ കാശി അയാൾക്കു നേരെ ദേഷ്യത്തോടെ കൈ ഉയർത്താൻ തുടങ്ങിയതും ജോബിനവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട കാശി, ഇതൊരു ഹോസ്പിറ്റലാണ്. ഒരു സീൻ ഉണ്ടാക്കണ്ട. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. കാശിയുടെ കാതിൽ മെല്ലെ പറഞ്ഞുകൊണ്ട് ജോബൻ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ജോബിൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു സീൻ ഉണ്ടാകാതെ കാശി കണ്ണുകൾ മുറുകെ അടച്ച് കൈമുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. ഏട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. നമ്മൾ വന്നത് കിച്ചുമോളെ കാണാനല്ലേ, അല്ലാതെ ഇവിടെ വച്ചൊരു സംസാരത്തിന് വേണ്ടിയല്ലല്ലോ. കാണാൻ വന്നാൽ കണ്ടിട്ട് പോകണം. ഏട്ടനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ. സുദേവനോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സുമിത്ര റൂമിനകത്തേക്ക് കയറിപ്പോയി. അവരുടെ പിറകെ അവരുടെ ഭർത്താവും സുദേവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അനിതയും അകത്തേക്ക് പോയി. പിന്നീട് ഒന്നും പറയാതെ കാശിയെ ഒരിക്കൽ കൂടി നോക്കി സുദേവനും മാനവും അകത്തേക്ക് കയറി. ഇനി എന്ത് പൊല്ലാപ്പനാണോ തന്തയും മോനും കെട്ടിയെടുത്തത്? അരിശത്തോടെ പറഞ്ഞുകൊണ്ട് കാശി ചെയറിലേക്കിരുന്നു. അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ ജോബിൻ നിസ്സഹായനായി നിന്നുപോയി. ഷേർലി ചേച്ചി, ഞങ്ങളുടെ മോൾക്ക് എന്താ പറ്റിയത്? റൂമിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ബെഡിൽ വാടി തളർന്നു കിടക്കുന്ന കൃഷ്ണയെ കണ്ട് സുമിത്ര കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല മിത്രേ. അവളുടെ വയറ്റിൽ മുളച്ച ഇവരുടെ മകൻ്റെ വിത്ത് തുടക്കത്തിൽ തന്നെ തീർന്നു. ഷേർലി മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് പിറകെ അകത്തേക്ക് കയറിയ സുദേവൻ ഒരു തവണ പുച്ഛത്തോടെ പറഞ്ഞു. അയാളുടെ സംസാരം കേട്ട് എല്ലാവർക്കും നന്നേ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്കിലും എല്ലാവരും കടിച്ചു പിടിച്ചു നിന്നു. അളിയനൊന്നും മിണ്ടാതിരിക്കെ. ഇതൊരു ഹോസ്പിറ്റലാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ടാവാം.
സുമിത്രയുടെ ഭർത്താവ് രാഘവൻ സുദേവനോടുള്ള അമർഷം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. ഓ, ഞാൻ മിണ്ടുന്നതാണല്ലോ എല്ലാവർക്കും പ്രശ്നം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവള് തനിയെ വീണതാണോ അതോ ഇവരെല്ലാം കൂടി തള്ളിയിട്ടതാണോ? ഇവരുടെ മോൻ്റെ തലയിൽ നിന്ന് ഇവളെ ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരോടും ചേർന്ന് ചെയ്തതാണോ എന്ന് ആർക്കറിയാം? സുദേവൻ പുച്ഛത്തോടു കൂടി ചോദിച്ചു. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കിടക്കുന്നത് ഞങ്ങളുടെ മകളാണ്, അല്ലാതെ മകൻ്റെ ഭാര്യയോ വലിഞ്ഞു കയറി വന്നവളോ അല്ല. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഞങ്ങളുടെ മകളുടെ കുഞ്ഞിനെ കൊല്ലാൻ നിങ്ങൾ ആഗ്രഹിക്കുമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അതിന് കഴിയില്ല. ഒരു ജീവന്റെ വില നന്നായി അറിയുന്നവർ തന്നെയാണ് കുരിശിങ്കലുള്ളവർ. സുദേവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ റോസി അയാൾക്ക് നേരെ ചീറി. റോസി, വേണ്ട. ഷേർലി അവരെ തടയാൻ ശ്രമിച്ചു. ചേട്ടത്തിയൊന്നും മിണ്ടാതിരിക്കെ. അയാളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ വായും പൂട്ടി മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിയില്ല. സുദേവനെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് റോസി തന്നെ പിടിച്ചിരുന്ന ഷേർലിയുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. സുമിത്രയും അനിതയും രാഘവനും വല്ലാത്തൊരവസ്ഥയിൽ നിന്നുപോയി. മാനവ എല്ലാം കണ്ടും കേട്ടും ചുണ്ടിലൂറിയ കുടിലമായ ചിരിയോടെ നിന്നു. അല്ലെങ്കിൽ സത്യം പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. ഡോ, സുദേവൻ പുച്ഛത്തോടെ പറഞ്ഞതും റോസി അയാൾക്ക് നേരെ ചീറി. ജോ. അവർ വാശിയോടെ മറ്റെന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് ജോയലിനെ വിളിച്ച് പുലമ്പിക്കൊണ്ട് കൃഷ്ണ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോഴേക്കും അവൾ കണ്ണുകൾ തുറന്നിരുന്നു. സുമിത്രയും അനിതയും വേഗം അവൾക്കടുത്തേക്ക് ചെന്നു. മോളെ. സുമിത്ര വേദനയോടെ അവളുടെ കവിളിൽ തലോടി. അവളുടെ കണ്ണുകൾ നിർവികാരമായി അവരിലാകെ ഓടി നടന്നു. എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ? തലയിലെ കെട്ടിന് മുകളിലൂടെ അവളുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് അനിത നിറകണ്ണുകളോടെ ചോദിച്ചു. അതിന് ദയനീയമായൊരു നോട്ടമായിരുന്നു കൃഷ്ണയുടെ മറുപടി. അവൾ കണ്ണുകൾ ചുറ്റിനും ചലിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി. അപ്പോഴേക്കും രാഘവനും അവൾക്കടുത്തേക്ക് ചെന്നു നിന്നു. ഷെർലിയും റോസിയും അവർക്ക് വേണ്ടി മാറി നിന്നു. സുദേവനും മാനവും ഒരു പുച്ഛത്തോടെ ഇതെല്ലാം നോക്കി നിന്നു. അവരുടെ മുഖത്തെ പുച്ഛം കൃഷ്ണയും കാണുന്നുണ്ടായിരുന്നു. അവൾ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അത് കണ്ടുകൊണ്ട് സുമിത്രയും അനിതയും ചേർന്ന് അവളെ എഴുന്നേറ്റിരിക്കാൻ സഹായിച്ചു. അവളെ നിവർത്തി ബെഡിൽ ചാരിയിരുത്തിയിട്ട് അവർ അല്പം അകന്നു നിന്നു. കൃഷ്ണയുടെ കണ്ണുകൾ അപ്പോഴും റൂമിനകം മുഴുവൻ പരതുകയായിരുന്നു. ജോയിച്ചൻ വീട്ടിലേക്ക് പോയി മോളെ, ഇപ്പോൾ വരാറായിട്ടുണ്ടാവും. അവൾ തിരയുന്നത് എന്താണെന്ന് മനസ്സിലായതുപോലെ ഷേർലി അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ട് സങ്കടത്തോടെ അവരെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും അവൾ തലതാഴ്ത്തിയിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മോളെ? അവളുടെ മുഖത്തെ സങ്കടം കണ്ട് സുമിത്ര ആവലാതിയോടെ ചോദിച്ചു. അതിനവൾ ഇല്ലെന്ന് തലയനയ്ക്ക് കാണിച്ചു. ഇപ്പോൾ എന്ത് ബുദ്ധിമുട്ട് തോന്നാനാ മിത്രേ? ഇനിയല്ലേ ബുദ്ധിമുട്ടാൻ പോകുന്നത്? അല്ല, ഇവൾക്കിനി പ്രസവിക്കാൻ കഴിയോ? സുദേവൻ എന്തോ വലിയ കാര്യം പോലെ അത് ചോദിച്ചതും കൃഷ്ണ ഞെട്ടലോടെ തലയുയർത്തി അയാളെ നോക്കി. ബാക്കിയുള്ളവരും അയാളുടെ സംസാരം കേട്ട് ഞെട്ടിപ്പോയി. ഏട്ടാ, എന്താ ഈ പറയണേ? അനിത അയാൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു. പിന്നെ എല്ലാവരെയും ദയനീയമായി നോക്കി. ഞാൻ എന്തു പറഞ്ഞു എന്നാ? കാര്യമല്ലേ ചോദിച്ചത്? സ്റ്റെപ്പിലോ മറ്റോ വയറിടിച്ച് വീണതല്ലേ ഇവരുടെ കുഞ്ഞു പോയത്? അതിനർത്ഥം വയറ് നല്ല ക്ഷതമേറ്റിട്ടുണ്ടെന്നല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഇവൾക്കിനി എങ്ങനെ കുട്ടികൾ ഉണ്ടാവാനാ? അതിനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സുദേവൻ കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ ഇടം കണ്ടിട്ട് നോക്കി. അയാളുടെ സംസാരം കേട്ട് പേടിയോടെ തൻ്റെ ഉദരത്തെ പൊതിഞ്ഞു പിടിച്ച് വിങ്ങിക്കരയുകയാണ് കൃഷ്ണ. അവളുടെ മുഖത്തെ ഭയം കണ്ടപ്പോൾ സുദേവനും മാനവും പരസ്പരം നോക്കി. അവർ പറഞ്ഞത് അവളുടെ മനസ്സിനെ നോവിച്ചുവെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവർ മനസ്സിലായി. ഏട്ടാ, നിങ്ങൾ എന്തൊക്കെയായി പറയണേ? സുഖമില്ലാതിരിക്കുന്ന കുട്ടിയുടെ മുന്നിൽ വെച്ചാണോ ഇതുപോലെ സംസാരം? അനിത അയാളോട് ദയനീയമായി ചോദിച്ചു. അതിനെന്താ, ഞാൻ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. എൻ്റെ അറിവിൽ എത്രയോ പേരുണ്ട് ഇതുപോലെ കുട്ടികൾ ഉണ്ടാവാതെ ആശുപത്രി കയറി ഇറങ്ങി നടക്കുന്നവർ. ഇതുപോലെ വയറിടിച്ച് വീണവരൊക്കെ തന്നെയാ അതും. അയാൾ അത് പറഞ്ഞു തീർന്നതും കൃഷ്ണയുടെ കരച്ചിൽ ചീളുകൾ ഉച്ചത്തിൽ പുറത്തേക്ക് വന്നു. അയാളുടെ വാക്കുകൾ നൽകിയ വേദനയിൽ അവൾ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. മോളെ, ഇങ്ങനെ കരയല്ലേ. നിനക്ക് സുഖമില്ലാത്തതല്ലേ? കരയുന്നതിനോടൊപ്പം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന കൃഷ്ണയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഷെർലി അവളുടെ നെഞ്ചൊഴിഞ്ഞു കൊടുത്തു. എനിക്കിനി അമ്മയാവാൻ കഴിയില്ലേ മമ്മി? ഏങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുന്നത് കേട്ട് ആ അമ്മമാരുടെ നെഞ്ച് പിടഞ്ഞുപോയി. അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ അവർ കുഴഞ്ഞു. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു മനുഷ്യനാണോ? സ്വന്തം മകൾക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നാൽ അപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യോ? ഈ കുഞ്ഞിനെ കരയിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാ കിട്ടിയത്? അനിത സുദേവന് നേരെ ശബ്ദമുയർത്തി. അമ്മ എന്തിനാ അച്ഛനോട് ചൂടാവുന്നത്? അച്ഛൻ സത്യമല്ലേ പറഞ്ഞത്? വയറൊക്കെ ഇടിച്ചു വീഴുക എന്ന് പറഞ്ഞാൽ കുട്ടികളെയാണെന്നാണോ അമ്മയുടെ വിചാരം? ഇവൾക്കിനി അമ്മയാകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഇവളെ എനിക്ക് കെട്ടിച്ചു തന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ ഇവളെ ഉപേക്ഷിച്ചാൽ വേറെ വഴിയില്ലാഞ്ഞിട്ട് ഇവരൊക്കെ കൂടി ചെയ്തതാകാനേ സാധ്യതയുള്ളൂ. കൊച്ചിനെയും ഇനി ഒരിക്കലും അമ്മയാവാൻ കഴിയാത്ത വിധം ഇവളെ ഈ അവസ്ഥയിലാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ആർക്കും സംശയം തോന്നില്ലല്ലോ.
പറഞ്ഞു തീർന്നതും ആരുടെയോ ശക്തമായ ചവിട്ടുകൊണ്ട് മാനവ് നിലത്തേക്ക് തെറിച്ചു വീണിരുന്നു. എൻ്റെ പെണ്ണിനോട് നീ ബാക്കി പറയാതെ നിലത്ത് കിടക്കുന്ന മാനവിൻ്റെ നെഞ്ചിലേക്ക് കാലുയർത്തി ആഞ്ഞു ചവിട്ടി ജോ. അവൻ്റെ ചവിട്ടുകൊണ്ട് മാനവ് വേദന കൊണ്ട് ചുരുണ്ടുപോയി. അവൻ്റെ പെട്ടെന്നുള്ള വരവിൽ എല്ലാവരും പകച്ചുപോയി. കരഞ്ഞുകൊണ്ടിരുന്ന കൃഷ്ണ ഞെട്ടലോടെ അവനെ നോക്കുമ്പോഴേക്കും മാനവിന് അടുത്ത അടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. മോനെ വേണ്ടടാ, വിട്ടേക്ക്, മാറി നിൽക്കും മമ്മി, ഈ നായയെ ഞാൻ. തന്നെ പിടിച്ചു മാറ്റാൻ വന്ന ഷെർലിയെ തടഞ്ഞുകൊണ്ട് ജോയൽ മാനവിനെ തറയിലിട്ട് തലങ്ങും വിലങ്ങും ചവിട്ടി. ഡാ, എൻ്റെ മോനെ വിടടാ, സുദേവൻ ദേഷ്യത്തോടെ ജോയലിനെ പിടിച്ച് പിറകിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു. മാറി നിൽക്കടോ, അല്ലെങ്കിൽ തനിക്ക് കിട്ടും. പ്രായത്തിന് മുതിർന്നതാണെന്ന് ഞാൻ ഓർക്കില്ല. സുദേവനെ പിടിച്ചു മാറ്റി നിർത്തി അയാളുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജോയൽ താക്കീതുപോലെ പറഞ്ഞു. അവൻ്റെ തീ ജ്വലിക്കുന്ന കണ്ണുകൾക്ക് മുന്നിൽ പതറിക്കൊണ്ട് സുദേവൻ രണ്ടടി പിന്നിലേക്ക് മാറി. അകത്തുനിന്ന് ബഹളം കേട്ട് അപ്പോഴേക്കും കാശിയും ജോബിനും ജെസ്സിയും അവിടേക്ക് വന്നിരുന്നു. അവർ കയറി വരുമ്പോൾ കാണുന്നത് കൃഷ്ണയ്ക്ക് അടുത്ത് നിന്ന് മാനവിനെ അടിക്കാനായി ട്രിപ്പിൻ്റെ സ്റ്റാൻഡ് വലിച്ചെടുക്കുന്ന ജോയലിനെയാണ്. മാനവ് അവൻ്റെ ചവിട്ടുകൊണ്ട് വേദനയിൽ അനങ്ങാൻ പോലും കഴിയാതെ നിലത്തു തന്നെ കിടക്കുകയാണ്. ജോ, വേണ്ട, അവൻ്റെ പ്രവൃത്തി കണ്ട് കൃഷ്ണ പേടിയോടെ പറഞ്ഞു. പക്ഷേ അതൊന്നും ജോയലിൻ്റെ കാതുകളിൽ പതിഞ്ഞില്ല. താൻ വരുമ്പോൾ തൻ്റെ പെണ്ണിനോട് സുദേവനും മാനവും പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. മാനവിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ജോയൽ സ്റ്റാൻഡും കയ്യിൽ മുറുകെ പിടിച്ച് അവനടുത്തേക്ക് നടന്നു. അതിനനുസരിച്ച് മാനവ് പുറകിലേക്ക് നിരങ്ങി നീങ്ങി. ജോ, വേണ്ട, അയാളെ വിട്ടേക്ക്. താൻ വിളിച്ചിട്ടും നിൽക്കാതെ പോകുന്നവനോട് കേണുകൊണ്ട് കൃഷ്ണ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ബെഡിൽ നിന്ന് ഇറങ്ങി നിലത്തേക്ക് കാലുകൾ കുത്തുമ്പോൾ വയറിനുള്ളിൽ കൊളുത്തി വലിക്കും പോലെ വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും അത് വകവയ്ക്കാതെ അവൾ കാലുകൾ നിലത്തുറപ്പിച്ച് പതിയെ നടക്കാൻ ശ്രമിച്ചു. അയ്യോ മോളെ, നീ എന്നതായി കാണിക്കുന്നത്? നിനക്ക് നടക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ഷേർലി കൃഷ്ണയെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവനോട് വേണ്ടെന്ന് പറയും മമ്മി, അയാളെ വിട്ടേക്കാൻ പറയും, അവൾ അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിങ്ങലോടെ പറഞ്ഞു. അതിനൊപ്പം അവൾ ജോയലിനടുത്തേക്ക് പോകാനും ശ്രമിക്കുന്നുണ്ട്. ആ അമ്മേ! ജോയലിനടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വയറിനുള്ളിലെ വേദന സഹിക്ക വയ്യാതെ അവൾ അടിവയറിൽ കൈകൾ അമർത്തി ഉറക്കെ കരഞ്ഞുപോയി. അയ്യോ മോളെ! നിലത്തേക്ക് വേച്ചു വീഴാൻ പോയ അവളെ താങ്ങിപ്പിടിച്ച് ഷെർലിയും റോസിയും ചേർന്ന് ബെഡിലേക്ക് ഇരുത്തി. വേദന സഹിക്ക വയ്യാതെ പിടഞ്ഞുപോയി അവൾ. അപ്പോഴേക്കും കാശിയും ജോബിനും ചേർന്ന് ജോയലിനെ പിടിച്ചു മാറ്റി. അവരുടെ കയ്യിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുമ്പോഴാണ് കൃഷ്ണയുടെ വേദനയോടുള്ള കരച്ചിൽ അവൻ്റെ കാതിൽ പതിഞ്ഞത്. കൃഷ്ണ! ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. ഒന്നും വേണ്ട ജോ. തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ജോയലിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ യാചനയോടെ പറഞ്ഞു. ഇല്ലടാ, ഒന്നുമില്ല, അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ വേദനയോടെ പറഞ്ഞു. അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സുദേവൻ മാനവിനെ നിലത്തുനിന്നും എഴുന്നേൽപ്പിച്ചു. ഡാ, നീ എൻ്റെ മോനെ തല്ലിയല്ലേ? നീ കുറിച്ചു വെച്ചോ. അതിനുള്ളത് നീ അനുഭവിപ്പിക്കും ഞാൻ. സുദേവൻ ദേഷ്യത്തോടെ ജോയലിന് നേരെ മുരണ്ടു. ഞാനും എൻ്റെ ഏട്ടനും നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തത് അമ്മാമ്മേ? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? സ്വത്തോ, പണമോ, അതോ എൻ്റെ ജീവനോ? നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ ജീവനാണെങ്കിൽ എന്തിനാ മടിക്കുന്നത്? എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് നല്ലത് അതുതന്നെയാണ്. ജോയിൽ നിന്ന് വിട്ടുമാറി തൻ്റെ വേദന പോലും മറന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവൾ സുദേവനോട് കണ്ണീരോടെ പറഞ്ഞു. അവളുടെ വാക്കുകളിൽ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അത്രയും വേദന അവൾ അനുഭവിച്ചു തീർത്തിരുന്നു. മോളെ, ഞങ്ങളോട് വേണ്ട, ആരും ഒന്നും പറയണ്ട, എല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോ. അവളോട് എന്തോ പറയാമെന്ന് അനിതയെ തടഞ്ഞുകൊണ്ട് കൃഷ്ണ അവർക്ക് നേരെ ശബ്ദമുയർത്തി. എനിക്ക് കുറച്ച് സമാധാനം താ. ആരെയും കാണണ്ട എനിക്ക്. എന്നെ കാണാനായി ആരും ഇവിടേക്ക് വരണ്ട. പേടിയാ എനിക്ക്. എല്ലാവരും ചേർന്ന് മനഃപൂർവ്വം എൻ്റെ കുഞ്ഞിനെ, എനിക്കറിയാം, എല്ലാവരും ചേർന്നാ. ഇവർക്കൊന്നും എന്നെ ഇഷ്ടമല്ല. എല്ലാവർക്കും വേണ്ടത് എൻ്റെ ജീവനാ. ഞാൻ വേദനിക്കുന്നത് കണ്ട് സന്തോഷിക്കാനാ ഇവർ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ കണ്ടില്ലേ? തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? വാശിയോടെ പറയുന്നുണ്ടെങ്കിലും അവൾ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. വയറിനുള്ളിൽ അസഹ്യമായ വേദന അനുഭവപ്പെടുമ്പോഴും അതിൻ്റെ 100 ഇരട്ടി അവളുടെ മനസ്സ് നോവുന്നുണ്ടായിരുന്നു. അവളെ തടയാൻ ആർക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവരോടൊക്കെ ഇറങ്ങിപ്പോ പറ ജോ. എനിക്ക് ആരെയും കാണണ്ടെന്ന് പറ. പോകാൻ പറ ജോ. തളർച്ചയോടെ പറഞ്ഞുകൊണ്ട് ജോയലിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൾ. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോ ഇവിടെ നിന്നും. ജോയൽ ദേഷ്യത്തോടെ അവർക്ക് നേരെ മുരണ്ടു. സുദേവനും മാനവും അവരെ പകയോടെ നോക്കിക്കൊണ്ട് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പാഞ്ഞു. എല്ലാവരെയും നോക്കി കണ്ണുനീരോടെ കൈകൾ കൂപ്പിക്കൊണ്ട് അനിതയും അവർക്ക് പിറകെ പുറത്തേക്ക് ഇറങ്ങി. ആ അമ്മയ്ക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അവരുടെ അവസ്ഥയിൽ എല്ലാവർക്കും വേദന തോന്നി. ഞങ്ങളോട് ക്ഷമിക്കും മോനെ. കിച്ചുമോളെ കാണാനെന്ന പേരിൽ ഏട്ടൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഇങ്ങനൊരു ഉദ്ദേശം മനസ്സിലുണ്ടെന്ന് കരുതിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കൂടെ വരില്ലായിരുന്നു. ജോയലിനോട് വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് സുമിത്രയും രാഘവനും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോകുമ്പോൾ കാശിയെ ഒന്ന് നോക്കാനും അവർ മറന്നില്ല. അവനും അവരെ വേദനയോടെ നോക്കുന്നുണ്ട്.
മറ്റൊന്നും ചെയ്യാൻ അവനും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും തൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന കൃഷ്ണയുടെ ഭാരം കുറഞ്ഞു വരുന്നത് പോലെ തോന്നി. ജോയൽ നോക്കുമ്പോഴേക്കും അവൾ അവൻ്റെ കയ്യിൽ നിന്ന് ഊർന്ന് നിലത്തേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. കൃഷ്ണ! നിലത്തേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ജോയൽ പേടിയോടെ വിളിച്ചു. എല്ലാവരും ഒരു നിമിഷം ഞെട്ടലോടെ നിന്നുപോയി. അപ്പോഴേക്കും അവിടുത്തെ ബഹളം കേട്ട് ഡോക്ടറും അവിടെ എത്തിയിരുന്നു. കൃഷ്ണ, കണ്ണു തുറക്കടാ. കർത്താവേ, എൻ്റെ കൊച്ച്! എന്താ ഇവിടെ? ഇതൊരു ഹോസ്പിറ്റലാണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? ഡോക്ടർ ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ജോയലിൻ്റെ കൈകളിൽ തളർന്നു കിടക്കുന്ന കൃഷ്ണയാണ്. ഓ ഗോഡ്, ഇതെന്താ പറ്റിയത്? കൃഷ്ണയ്ക്ക് അടുത്തേക്ക് ഓടി വന്ന് ഡോക്ടർ എല്ലാവരോടുമായി ചോദിച്ചു. നടന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയാതെ ഷേർലി ഡോക്ടറിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഛേ, നിങ്ങൾക്കൊന്നും ബോധമില്ലേ? അങ്ങനെയുള്ളവരെ കാണാൻ അനുവദിക്കാതിരുന്നുകൂടെ? ഇതുപോലുള്ള സമയങ്ങൾ പേഷ്യൻറ്റിന് വേണ്ടത് സമാധാനപരമായ അന്തരീക്ഷമാണ്. ഇതിപ്പോൾ ആ കുട്ടിയുടെ മനസ്സിനെ വല്ലാതെ നോവിച്ചിട്ടുണ്ടാവും. ഇനി ഉണരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പോലും പറയാൻ കഴിയില്ല. കുട്ടിയെ വേഗം ബെഡിലേക്ക് കിടത്ത്. എന്നിട്ട് നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്. അതിന് ശ്വാസം വിടാനുള്ള സ്പേസെങ്കിലും കൊടുക്ക്. ഡോക്ടറിൻ്റെ ദേഷ്യം കണ്ട് ജോയൽ വേഗം കൃഷ്ണയെ ബെഡിലേക്ക് കിടത്തി. സിസ്റ്റർ, ഇവരെയൊക്കെ പുറത്താക്കി ഡോറടയ്ക്ക്. ഡോക്ടറിൻ്റെ ആജ്ഞ കേട്ട് അവരുടെ കൂടെ വന്ന സിസ്റ്റർ പുറത്തേക്കിറങ്ങാൻ മടിച്ചു നിൽക്കുന്ന എല്ലാവരെയും നിർബന്ധിച്ച് പുറത്തേക്കിറക്കി ഡോർ അടയ്ക്കാൻ തുടങ്ങി. ഡോർ അടയുന്നതിന് മുമ്പ് അതിൻ്റെ വിടവിലൂടെ ജോയലിൻ്റെ കണ്ണുകൾ ബെഡിൽ തളർന്നു കിടക്കുന്ന തൻ്റെ പ്രാണന്റെ മുഖമാകെ വേദനയോടെ ഓടി നടന്നു. അവളുടെ കരഞ്ഞു വിങ്ങിയ കൺതടങ്ങൾ തൻ്റെ മനസ്സിനെ കുത്തി നോവിച്ചതും ഒരു പിടപ്പോടെ അവൻ അവളിൽ നിന്ന് കണ്ണുകൾ വെട്ടിച്ചു.